ഞാൻ നല്ല കുട്ടിയാണ്. അതാണ് അവന്റെ കഴിവ്. ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരൊന്നും ഒരിക്കലും കള്ളം പറയുന്നത് കള്ളം പറയില്ല. അത് പോകണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടേ പറയുള്ളൂ. അതറിയില്ലേ, കണ്ണൂരുകാരന്റെ കള്ളം എങ്ങനെയാണ്, മുഖത്ത് നോക്കി കള്ളം പറയില്ല. പക്ഷെ അജുവൊക്കെയാണ് മുഖത്ത് നോക്കി തന്നെ പറയുന്നത്. അങ്ങനെ ഒരു നിങ്ങൾ നോക്കിക്കോളൂ. കണ്ണൂരുകാരൻ പറയാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കും, ഒന്ന് നേരത്തേക്ക് നോക്കും. താങ്ക് യു സാർ. ഇനി ഞാനിത് ഫോളോ ചെയ്തോളാം. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. പാസ് ചെയ്യാമോ സാർ? ഒരിക്കലും പാസ്സില്ല. ഞാൻ ഏറ്റവും അധികം ആലോചിച്ചെടുത്ത ഒരു വലിയ തീരുമാനം ഏതായിരുന്നു? വിവാഹം, സിനിമയിലേക്കുള്ള പ്രവേശനം, എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിക്കാനുള്ള തീരുമാനം. ആലോചിച്ചെടുത്തതോ? ഏറ്റവും ആലോചിച്ചെടുത്തൊരു തീരുമാനം. വിവാഹമായിരിക്കാൻ സാധ്യതയില്ലല്ലേ? ഞാനൊരു 10-12 വർഷത്തോളം. 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം പറയും. ബോറടിച്ചിട്ടുണ്ടോ ധ്യാനെ? ബോറടിക്കുമല്ലോ സാർ. 12 വർഷമൊക്കെ പ്രണയിച്ചു. അജു തുടരുകയല്ലേ? തുടരുകയാണ്. ആടാ സത്യം സമ്മതിച്ചോട്ടെ ഞാൻ. അല്ല, ഏട്ടനും ഒരു 14 വർഷം അല്ലേ? പറയാതെ പറഞ്ഞു വെച്ചു. എന്തോ ഓക്കെ. അപ്പോൾ എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചെടുത്ത തീരുമാനം? വിവാഹം, സിനിമയിലേക്കുള്ള പ്രവേശനം, എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിക്കാനുള്ള തീരുമാനം. അങ്ങനെയാണ് വിവാഹമായിരിക്കും. പക്ഷെ വിവാഹം 12 വർഷമല്ലേ? അല്ല, ആ സമയത്ത് വിവാഹം കാരണം സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചാവാ തീരുമാനം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്നൊരു കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, ഞാനൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ധ്യാനെ സ്നേഹിച്ചത്? അല്ല, മുന്നേ അറിയാം, എല്ലാവരും അല്ലേ? പിന്നെ ഓക്കെ. അച്ഛൻ ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയത് ഏട്ടനാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, എനിക്കാണ് കൂടുതൽ പരിഗണന തന്നിട്ടുള്ളത്. ആക്ച്വലി അതാണ്. അത് ഏട്ടൻ അറിയോ? അറിയാം. പരാതി ഉണ്ടോ മൂപ്പർ? ഇല്ല, പുള്ളി വേറൊരു അച്ഛൻ്റെ ഒരു സ്ഥാനത്താണ്. പുള്ളി തന്നെ എൻ്റെ അച്ഛനാണ് സ്ഥാനം. അതുകൊണ്ട് പുള്ളി അച്ഛനായി മാറി. അതെ, പുള്ളി എന്നെ അങ്ങനെയാണ് കാണുന്നത്. എന്നെ ഒരു മോനെ പോലെയാണ് പുള്ളി ആക്ച്വലി കാണുന്നത്. അച്ഛൻ്റെ ഏറ്റവും നല്ല സ്വഭാവമായി ധ്യാൻ കരുതുന്നത്? ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്. ഉള്ള കാര്യം ഉള്ള പോലെ. ഏറ്റവും മോശം സ്വഭാവം? ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. കൂടുതൽ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണലി വരുമ്പോൾ നമ്മുടെ മേലേക്ക് വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അച്ഛൻ പറഞ്ഞതിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു പരാമർശം പറഞ്ഞതോ? ഞാൻ ഒരിക്കലും സിനിമയിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാശിയുണ്ടായോ? പിന്നെ ഉറപ്പായിട്ടും. അതൊരു പക്ഷേ ധ്യാന സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പ്രചോദനമായിട്ട്? അതൊന്നും ആയിരുന്നില്ല. ഒരു പ്രചോദനമില്ല. അതാണ്. പക്ഷെ അച്ഛൻ ഏത് മുഹൂർത്തത്തിലാണ് ധ്യാന ഒരു നല്ലൊരു സിനിമ പ്രവർത്തകനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ? അംഗീകരിച്ചിട്ടില്ല. ഇല്ല. ഉണ്ടോടാ? കുഞ്ഞിരാമായണം കണ്ടിട്ട് ഇല്ല, എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുമല്ല. പിന്നെ ഒരു വേളയിലും പറഞ്ഞില്ല? ഇല്ല. ധ്യാനം നിർത്തിക്കൊണ്ട് വിനീതിനോട് ഇത് നന്നായി, അത് നന്നായി, ഇതെന്തൊരു നന്നായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നെ പുള്ളിനെ നിർത്തിക്കൊണ്ട് എന്നെ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.